പ്രയർ ചൊല്ലിക്കോളൂ. Good afternoon, all. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Prayer പറഞ്ഞേക്കാം. ഒരുമിച്ചുയരാം പുതിയൊരു പുലരിയൊരുക്കാം. കാണണമിനി നാം കിനാവിലെല്ലാം ഒരുമയർത്തും കാലം. അതിരുകളില്ലാത്തരുവികളായി വന്നൊഴുകാം വലിയൊരു പുഴയാകാം. കഥകൾ പറഞ്ഞും കരളു പകത്തും തമ്മിൽ തണലായി മാറിയിടാം. ഒരുമിച്ചുയരാം പുതിയൊരു പുലരിയൊരുക്കാം. കാണണമിനി നാം കിനാവിലെല്ലാം ഒരുമയർത്തും കാലം. തള്ളണമിനിയും മുള്ളുകൾ പലതും കൊള്ളാം ഇന്നതു കേട്ടിടാം. നിറയട്ടെന്നും മാനവരത്തുകൾ നമ്മൾ തെളിച്ച വെളിച്ചത്താൽ. ഒരുമിച്ചുയരാം പുതിയൊരു പുലരിയൊരുക്കാം. കാണണമിനി നാം കിനാവിലെല്ലാം ഒരുമയർത്തും കാലം. ഒരുമിച്ചുയരാം ഉയരാം. Signing out of the day പറഞ്ഞോട്ടോ. Signing ഞാനാണ് മാം. Good afternoon all. It's my pleasure to welcome Aparna ma'am to the class. This is the time for growth, learning and collaboration. I hope you had an interesting class today, and also welcome my dear friends to the class to make more exciting and interesting. Thank you. Today's thought of the day: believe in yourself, even when no one else. Thank you. Hi. ഹായ് പറ. Hi. ഇവർക്ക് നിങ്ങൾ കണ്ടപ്പോ അവർക്ക് നിങ്ങളെ കാണണം, നിങ്ങളടുത്ത് സംസാരിക്കണം. അപ്പൊ അങ്ങനെ ഓൺ ചെയ്ത് കൊടുത്താ. ആണോ? ഒരാളും കൂടി എന്ത് ചെയ്യും? ഒരാളും കൂടി ഉണ്ട്, വലുതാ. പലരും നാളായിരിക്കും അല്ലെ? ആള് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ പറഞ്ഞപ്പോ ആള് പോയി പുറത്തിട്ട്. ഓക്കേടാ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ സെമിനാർ ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? എനിക്ക് ഷാമിസ് ഇല്ലാട്ടോ, പകരം ഞാനാണ്. ഷാമിസിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും, അപ്പൊ ലീവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ച് സെമിനാർസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ആകെ ഭോപ്പാൽ എൻഡോസൾഫാൻ സെമിനാർ ആയിരുന്നു തന്നിരുന്നത്. സെമിനാർ ഭോപ്പാൽ എൻഡോസൾഫാൻ പിന്നെ ഏതായിരുന്നു ചെയ്തത്? ഹെലൻ കെല്ലറിന്റെ സെമിനാർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് ഇന്ന് സെമിനാർ എടുക്കേണ്ടത് സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ? ആരാണത്? Good afternoon, ma'am. അറിയിച്ചു. സ്റ്റീഫൻ എടുക്കട്ടെ. പ്രസന്റ് ചെയ്തോട്ടെ, ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, ജനനം 8 January 1942, ഡെത്ത് 14 March 2018.
one of the most brilliant theoretical physicist and cosmologist ever. ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനും കോസ്മോളജിസ്റ്റുമായിരുന്നു. 21-ാം വയസ്സിൽ ALS എന്ന മോട്ടോർ ന്യൂറോൺ രോഗം ബാധിച്ചു. ഡോക്ടർമാർ 2 വർഷമേ ആയുസ് പറഞ്ഞുള്ളൂ. 76 വയസ്സ് വരെ ജീവിച്ചു. ALS diagnosis got motor neuron disease at 21. Doctors gave him 2 years, but he lived to 76. Biggest contribution, Hawking radiation showed that the black holes are not completely black and can emit radiation. പ്രധാന സംഭാവന, ഹോക്കിംഗ് റേഡിയേഷൻ തമോഗർത്തങ്ങൾ പൂർണ്ണമായും കറുത്തതല്ല, അവയിൽ നിന്നും വികിരണങ്ങൾ പുറത്തു വരും എന്ന സിദ്ധാന്തം. ഫേമസ് ബുക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം 1988. പ്രധാന പുസ്തകം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം 1988. ഹിസ് കോർ മെസ്സേജ്, physical limits don't limit the mind, even without speech and in wheelchair. He kept unlocking secrets of the universe. പ്രധാന സന്ദേശം, ശാരീരിക പരിമിതികൾ ബുദ്ധിയെ തളർത്തില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, വീൽചെയറിലും ശബ്ദം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം പ്രപഞ്ച രഹസ്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകൾ, ആദ്യം ഓർക്കുക, നക്ഷത്രങ്ങളിലേക്ക് നോക്കാൻ കാലിനടിയിലേക്കല്ല. ബുദ്ധി എന്നത് മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവാണ്. റിമെമ്പർ ടു ലുക്ക് അപ്പ് at the stars and not down at your feet. Intelligence is the ability to adapt to change. Thank you. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് ആരായിരുന്നു? ഇല്ല, ആബ്സെന്റ് ആണ്, കുഴപ്പമില്ല. നമ്മുടെ പഠന വൈകല്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ലേണിംഗ് ഡിസബിലിറ്റി. ഒരു സെമിനാറും കൂടെ ഉണ്ടല്ലോ. ഏതാടാ? പഠന വൈകല്യം പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, ആരാന്നറിയില്ല. ഓക്കെ, സുഹേറ. ഞാനായിരുന്നു. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടാ. Good afternoon all. Today I am presenting a seminar about learning disability. Introduction. It is a neurological condition that affects a child's ability to process, store or communicate information. IQ level normal ആയിരിക്കെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി നിൽക്കുകയും എന്നാൽ പഠനത്തിൽ മാത്രം പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് പഠനവൈകല്യം എന്ന് പറയുന്നത്. They are not stupid or lazy. They are often intelligent but require different teaching methods. Studies suggest 10 to 12% of school-going children may face learning challenges. Major 3 types of learning disabilities. First one, dysgraphia. Dysgraphia means difficulty in writing, handwriting and organizing ideas on paper. Then dyslexia. Dyslexia means difficulty in reading, spelling and understanding languages. Then dyscalculia, difficulty with mathematics, numbers and basic calculations. Then ADHD, often overlaps characterized by lack of attention, hyperactivity or impulsive behavior. Early identification signs, നേരത്തെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ, speech delay, delayed speech or language development. Then motor skills, difficulty holding a pen or pencil correctly. Then academic struggles,
persistent issues with reading, writing, and math compared to peers, memory or attention, poor memory or lack of focus in class. Then remedial measures, ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ, providing special educational support tailored to the child's need, creating a tailored learning plan for the child, obtaining a learning disability certificate, പഠന വൈകല്യ സർട്ടിഫിക്കറ്റുകൾ, to help schools provide necessary accommodations, encouraging present to provide a stress-free environment and emotional support. How to make children smarter, ഇങ്ങനത്തെ കുട്ടികളെ എങ്ങനെ മിടുക്കരാക്കാം. ഐഡന്റിഫൈ ദ ഇഷ്യൂ ഏർലി ഈസ് ക്രൂഷ്യൽ, ഇത് നേരത്തെ തന്നെ തിരിച്ചറിയണം. യൂട്ടിലൈസിംഗ് ഡെയിലി ആക്ടിവിറ്റീസ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ്, then boosting their confidence instead of focusing only on grades. പഠിക്കാനുള്ള താല്പര്യക്കുറവ്, ഇത് മറന്നു പോകുക, എത്ര ശ്രമിച്ചിട്ടും ബേസിക് പോലും പഠിക്കാൻ കഴിയാതിരിക്കുക, അക്ഷരങ്ങൾ എഴുതുന്ന തിരിച്ചെഴുതുക, എക്സാമ്പിൾ ബി എന്ന അക്ഷരത്തെ ഡി ആയിട്ട് എഴുതുക, അതുപോലെ മിറർ റൈറ്റിംഗ്, വാക്കുകളെ തിരിച്ചെഴുതുക, മോശമായ കൈയക്ഷരം, വായിക്കാനും എഴുതാനുമുള്ള ബുദ്ധിമുട്ട്, ഗണിതപരമായ ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഇതിൽ പെടുന്നത്. ദെൻ കൺക്ലൂഷൻ, കുട്ടിക്ക് പഠന വൈകല്യമാണ് എന്ന് അറിഞ്ഞാൽ അപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചൊരു സൈക്കോളജിസ്റ്റ് ഓർ റെമഡിയൽ ട്രെയിനേഴ്സ് എന്നിവരുടെ അണ്ടറിൽ കുട്ടിക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പേജ് നമ്പർ 33. അതില് നമ്മള് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റ് ഡിസ്കസ് ചെയ്തു, ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇംപയർമെന്റ് നോക്കി, ദെൻ ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് നോക്കി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മെന്റലി റിട്ടേൺഡ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ്, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ കുറിച്ചിട്ട്. കുറച്ച് പറഞ്ഞു തോന്നുന്നുണ്ടല്ലേ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ കുറിച്ചിട്ട്? ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലേ ഇൻ ഡെവലപ്മെന്റ് ആണ്. മേ ബി ബ്രെയിൻ ഇൻഫെക്ഷൻ, ചെറുപ്പത്തില് ഫിക്സും കാര്യങ്ങളൊക്കെ വന്നത് മൂലമോ, മെൻജൈറ്റിസ്, മീസിൽസ് പോലുള്ള ഇൻഫെക്ഷൻ ഡിസീസ് കാരണമോ, ഓട്ടിസം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, ജനറ്റിക് ഡിസോർഡറോ, കോംപ്ലിക്കേഷൻ ഇൻ ഡെലിവറി കാരണമോ ആ കുട്ടികൾക്ക് പിന്നീട് എന്താണ് മെന്റലി റിട്ടേൺഡ് ചിൽഡ്രൻ ആയിട്ട് മാറാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവർക്കൊരു കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അവരെ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കെയറും അവരെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. The education of mentally retarded children is a special problem whose solution need a certain amount of knowledge. നമുക്ക് സാധാരണ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വിദഗ്ധ ആയാലും നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം നമുക്ക് കുറച്ച് ഗൈഡും കുറെ 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അനുസരിക്കും ഇല്ലേ. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക്. Many of them are not capable of learning. അവര് ലേൺ ചെയ്യാനുള്ള ആ ഒരു അവസ്ഥയിലല്ല ശരിക്കും പറഞ്ഞാല്. അവരുടെ മെമ്മറി വളരെ പുവറാണ്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കി എടുക്കാനോ അത് ഐഡന്റിഫൈ ചെയ്തെടുക്കാനോ അവർക്ക് ഒട്ടും എന്തില്ല, ആ ഒരു എബിലിറ്റി വളരെ കുറവാണ്. അവരുടെ ക്രിയേറ്റീവ് ഗ്രോത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. Their memory power of determines is poor. Their ability to understand, comprehend is also unusually poor. Their creative growth remains arrested. Our creative growth എന്തിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. The Montessori environment and materials are one of great help for those students. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റും നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെയധികം ഉപയോഗപ്രദമാണ്. The teacher should deal with the students with good patience. നിങ്ങൾ ഓരോരുത്തർക്കും ഇനി എങ്ങനെയുള്ള കുട്ടികളെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റേണ്ടത് എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല.
ചിലപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നല്ല ക്ഷമയോടുകൂടി എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ് ഇമ്പോർട്ടന്റ്, നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. നല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ അവർ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഇതോടുകൂടി നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവരെ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഏജിലായിട്ട് നമുക്ക് തോന്നും അവർ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടാവും. അവർ കാണുമ്പോൾ നമുക്ക് വലിയൊരു ആളായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അവരുടെ മെന്റൽ ഏജ് വളരെ പൂറായിരിക്കും. മെന്റൽ ഏജ് എന്ന് പറയുന്നത് വളരെ പൂറായിരിക്കും. ചിലപ്പോൾ 3 വയസ്സുള്ളൊരു കുട്ടിയുടെ ഗ്രോത്തെ അവർക്ക് കാണുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ quality of opportunities. Mentally aged trained ആയിട്ടുള്ള ചിൽഡ്രനെ ഒരുമിച്ച് അവരെല്ലാവരും ഒരു എന്താ പറയാ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കും തന്നെ അവർക്ക് ആ ഒരു എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനാണ്. അലോങ് വിത്ത് ട്രീറ്റ്മെന്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ വേണം. അതേപോലെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് എന്ത് വേണം, ട്രീറ്റ്മെന്റും കാര്യങ്ങളും വേണം. ഇത് രണ്ടും ഒരുമിച്ച് പോയാൽ മാത്രമേ, ഇത് നമ്മൾ മോണ്ടിസോറി ട്രെയിനിങ് ആയാലും ട്രീറ്റ്മെന്റും രണ്ടും ഒരേപോലെ പോയാൽ മാത്രമാണ് അവരിലത് ബെനിഫിഷ്യൽ ആവുന്നത്. സോ എഡ്യൂക്കേഷൻ പ്ലസ് ആ ഒരു ടീച്ചിങ് ട്രീറ്റ്മെന്റും കൂടി ഉണ്ടെങ്കിൽ കുട്ടികളിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളിൽ നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, A growth of mentally retained children may differ in their subsequent age. നമ്മളിപ്പോ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ക്ലാസ് നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ഏജിലെ കുട്ടികളായിരിക്കും ആ ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവുക. സം ഓഫ് ദം ആർ ഓൾഡർ ദാൻ അതേഴ്സ്. ചില കുട്ടികൾ മറ്റു കുട്ടികളെക്കാൾ മുതിർന്നവരായിരിക്കും. ബട്ട് ദേ ആർ ടു ബി ഗ്രൂപ്പ് ടുഗദർ ടു അവൈൽ equal opportunity for education and treatment. ഇവരെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് equal opportunity for education and treatment പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Through they are grow physically, അവര് ഫിസിക്കലി ഗ്രോ ചെയ്തിട്ടുണ്ട്. Their mental age is very low. അവരുടെ മെന്റൽ ഏജ് എന്ന് പറയുന്നത് വളരെ എന്താണ് ലോ ആയിരിക്കും. Appropriate activities. ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും എല്ലാ ആക്ടിവിറ്റീസും ഒന്നും ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ചിലവർക്ക് ചില കുട്ടികൾക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊടുത്ത് ട്രെയിൻ ചെയ്യിക്കണം. അപ്പോൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. മെറ്റീരിയൽസിലേക്ക് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മള് ചിലപ്പോ ഒരു മാസമൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഒരു നോബിൾ സിലിണ്ടറിന്റെ ഒരു നോബ് ജസ്റ്റ് ഒന്ന് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫ്രെയിംസ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട് മോണ്ടിസോറി പ്രാക്ടിക്കൽ ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഫ്രെയിം. അതില് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ബട്ടണിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. ഇപ്പൊ ബട്ടൺ ഫ്രെയിം ആണ്. ഇപ്പൊ നമ്മള് ഈ മോണ്ടിസോറിയിൽ ഫ്രെയിം എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ, നമ്മളുടെ മോണ്ടിസോറിയിൽ ഒരു മെറ്റീരിയൽ ആണ് ഈ ബട്ടണിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ഒരു ബട്ടണിംഗ് ഫ്രെയിം ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് ആ ബട്ടൺസ് കറക്റ്റ് ആയിട്ട് ആ ഒരു ഹോളിലേക്ക് എന്ത് ചെയ്യാനായിട്ട് ഇടാൻ പോലും ചിലപ്പോൾ മേ ബി 1 അല്ലെങ്കിൽ ഒരു 2 monthsോളം നമ്മൾ ട്രെയിനിങ് കൊടുത്താലായിരിക്കും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ അത് ചെയ്യുക. കാരണം അത്രയും നമുക്ക് ക്ഷമ വേണം. കാരണം അവർക്ക് ആ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു എബിലിറ്റി വളരെ കുറവാണ്. നമ്മൾ എത്ര പറഞ്ഞാലും അവരത് കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു ട്രെയിനിങ് കണ്ടിന്യൂസ്ലി നമ്മളത് കൊടുക്കേണ്ടതായിട്ട് വരും. റിപ്പീറ്റ് ഇപ്പൊ ഇന്ന് കൊടുത്തു, നാളെയും വരുമ്പോൾ വീണ്ടും ആ ഒരു ട്രെയിനിങ് നമ്മൾ ആവർത്തിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്. The mentally retained children should be given suitable and proper physical and mental activity so that they may frequently get opportunity to active and vigilant. ഓരോ കുട്ടിയുടെയും മെന്റൽ ഏജ് നോക്കിയിട്ട് വേണം നമ്മൾ അല്ലെങ്കിൽ അവർക്ക് എന്താണോ അവരുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി, പ്രോപ്പർ ആക്ടിവിറ്റി എന്താണ് എന്ന് കണ്ടെത്തി നമ്മൾ ആ ഒരു കാര്യം നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഓരോ കുട്ടിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോ നമ്മൾ കുറച്ചും കൂടി നല്ലൊരു പേഷ്യൻസോട് കൂടി ആ കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഞാൻ പറഞ്ഞു അവർക്ക് ട്രീറ്റ്മെന്റും കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു. As these children need
നീഡ് നോട്ട് ഓൺലി കോഗ്നിറ്റീവ് സപ്പോർട്ട്, നമ്മൾ കോഗ്നിറ്റീവ് സപ്പോർട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ട്രെയിനിങ്ങും കാര്യങ്ങളും മാത്രം കൊടുത്താൽ പോരാ, ബട്ട് ഓൾസോ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റും കൂടി പ്രൊവൈഡ് ചെയ്യണം. പീരിയോഡിക് സ്പെഷ്യൽ ക്ലിനിക് മേ ബി ഓർഗനൈസ്ഡ്. അപ്പൊ അവർക്ക് പീരിയോഡിക് ആയിട്ട് മന്ത്ലി ഒരു ദിവസം ഒരു സ്പെഷ്യൽ ക്ലിനിക് കണ്ടക്ട് ചെയ്യുക. അപ്പൊ ഡോക്ടേഴ്സ് വന്നിട്ട് കുട്ടികളുടെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ഒക്കെ ചെയ്യാനും അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പീരിയോഡിക് സ്പെഷ്യൽ ക്ലിനിക് മേ ബി ഓർഗനൈസ്ഡ്. നമുക്ക് പീരിയോഡിക് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്താണ് ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ്. സാധാരണ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികള് നോർമൽ സ്കൂളിലാണ് എന്ത് ചെയ്യുന്നത്, അവര് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോകുന്നെങ്കിൽ അവരെ എന്ത് ചെയ്യാനായിട്ട് ഫൂളാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തമാശ കാണിക്കാനുള്ള ടെൻഡൻസി കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും നോർമൽ കുട്ടികൾക്ക്. അപ്പോ നമ്മളുടെ ശ്രദ്ധയിൽ, നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മളുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു കാര്യം കാണുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അഡ്വൈസും കാര്യങ്ങളും കൊടുക്കണം. ഒരിക്കലും ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരുത്താനായിട്ട് പാടില്ല. കാരണം അവർക്ക് ഓൾറെഡി സൈക്കോളജിക്കലി അത് അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കൂടുതലായിട്ട് അവർ സൈക്കോളജിക്കലി അവരെന്ത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, അഫക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. As they are educated in normal school environment, children have the tendency to fool them or laugh at them. The teacher should see to this and avoid any such attempt because it would psychologically affect them adversely. അപ്പൊ നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് വരാണെങ്കിൽ നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യണം, അവരെ നല്ല രീതിയിൽ വാണിച്ച് ചെയ്ത് വിടാൻ വേണ്ടത്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് 8 മുതൽ. സോ ഞങ്ങളുടെ സ്കൂളില് എന്താണ് ഒരു ക്ലാസ് റൂം ഉണ്ട്. ഇങ്ങനെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും അതേപോലെ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് റൂം ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട്. സോ അവിടെ സാധാരണ എന്നെക്കാളും സീനിയർ ആയിട്ട് പഠിച്ചൊരു ചേട്ടനാണ് വരുൺ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഈ വരുൺ ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയാണ്. ചേട്ടന് ശരിക്കും എന്നെക്കാളും ഒരു 3-4 വയസ്സ് മൂത്തതാണ്. പക്ഷെ എന്താ പറയാ, എന്നെക്കാളും തൊട്ട് മുന്നത്തെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോ ഈ ചേട്ടനെല്ലാവരും കളിയാക്കുന്നത് കാണും, ഇടയ്ക്ക് കളിയാക്കുന്നതൊക്കെ കാണും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പിള്ളേരായിരിക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ UP-യിലൊക്കെ പിള്ളേര് വന്നിട്ട് എന്താണ് ജസ്റ്റ് ആ ചേട്ടനെ ഫൂളാക്കുക, അല്ലെങ്കിൽ ഒരുപാട് വാട്ടർ ബോട്ടിൽസ് ഉണ്ടാവില്ല, പ്ലാസ്റ്റിക്കിന്റെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ കൂടി കണക്ട് ചെയ്തിട്ട് ആ ചേട്ടൻ പാന്റിന്റെ ബാക്കിൽ വെച്ചിട്ട് കെട്ടി ആ ചേട്ടനോട് ഓടാൻ പറയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അങ്ങനെ പിള്ളേര് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ കളിയാക്കുന്നതൊക്കെ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പെടുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിനോട് പോയി പറയും. ടീച്ചേഴ്സ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കും. പിന്നെ ഒരു റൂൾ തന്നെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണെന്ന് പറഞ്ഞിട്ട് റൂൾ തന്നെ പാസ്സാക്കിയിട്ട് ചെയ്തു. അതേപോലെ തന്നെ ഈ ചേട്ടനെ സ്നേഹിക്കുന്ന ചേട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ഹയർ സെക്കൻഡറിയില് ചേട്ടന്മാര് ഈ വരുൺ ചേട്ടന് എന്തെങ്കിലും പുറത്തൊക്കെ പോയി വരുമ്പോ അവര് പുറത്ത് പോയി വരുമ്പോഴൊക്കെ ഭക്ഷണവും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. വരുൺ ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിശപ്പും കാര്യങ്ങളാണ്. അപ്പൊ എപ്പോഴും വിശന്നുകൊണ്ടിരിക്കും. അപ്പോ ഇങ്ങനെ ചിപ്സും കാര്യങ്ങളൊക്കെ ചേട്ടന്മാര് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ കെയറിംഗ് ആയിട്ടുള്ള പേഴ്സൺസും ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ മിസ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു അസുഖത്തെ കളിയാക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് നമ്മളുടെ ശ്രദ്ധയിൽ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ ബാക്കിയുള്ള കുട്ടികൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇത് ഫൂളാക്കുക അല്ലെങ്കിൽ അവർക്ക് തമാശ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വാൺ ചെയ്യുക. കാരണം ഇത് ആ കുട്ടിയുടെ സൈക്കോളജിക്കലി അതിനെ അഫക്ട് ചെയ്യാനായിട്ട് കാരണമാകും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു വെക്കോ. മെന്റലി റിട്ടേൺ ചിൽഡ്രൻസ് ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ് വരെ. കാരണം അവർക്ക് ആ ഒരു ഫീലിംഗ്, അവര് ഇവിടെ സ്യൂട്ട് അല്ല എന്നുള്ള ഫീലിംഗും കാര്യങ്ങളൊക്കെ വരും. ഇത് എനിക്ക് സ്യൂട്ട് ആയിട്ടുള്ള വേർഡ് അല്ല എന്നൊക്കെ ഉള്ള ഫീലിംഗ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് അവർ സൈക്കോളജിക്കലി വീണ്ടും ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള കാരണമായിട്ട് മാറും. സോ അതുവരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി.
ക്ലിയർ ചെയ്തോ? ക്ലിയർ ആണോ? ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. Welfare service for normal children, although special care is to be given to the underperforming and disabled children, and compensatory education program are imagined for the normal children to require special care for their development. അപ്പോൾ നമ്മൾ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഇമാജിൻ ചെയ്തിരിക്കുന്നത്. ദെൻ നോർമൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമ്മൾ സ്പെഷ്യൽ പ്രോഗ്രാം ആൻഡ് സ്പെഷ്യൽ കെയർ ഫോർ ദർ ഡെവലപ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ, നമ്മൾ മോണ്ടിസോറി എഡ്യൂക്കേഷനിലേക്ക് വരാണെങ്കിൽ നമ്മളുടെ ഈ ഒരു മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ, മോണ്ടിസോറി എഡ്യൂക്കേഷൻ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ രണ്ട് കുട്ടികൾക്കും, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും നോർമൽ കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആണ്. ദിസ് ഈസ് ഫുൾഫിൽ ത്രൂ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. നമ്മുടെ കൂടുതലും എങ്ങനെ ഫുൾഫിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനെയും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ അറ്റൻഷനിലൂടെയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോ ഇതാണ് ഞാൻ എടുക്കുന്ന പാർട്ട് 1 ലാസ്റ്റ് യൂണിറ്റ്. യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ ആണ്. അതിൽ മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതൊന്ന് അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം അടുത്ത ക്ലാസ്സുകളിൽ തന്നെ ആയിട്ട് ചോദിക്കാം. ദെൻ ഞാൻ കാര്യം ചോദിക്കുകയാണ്, നമ്മുടെ പാർട്ട് 1 ഇപ്പൊ എത്ര യൂണിറ്റ്സ് കംപ്ലീറ്റ് ആയി? ഞാൻ പേജ് നോക്കണോ ഫസ്റ്റ്? 1, 2, 4, 5 പിന്നെ 8. 3 എടുത്തിട്ടില്ല? 3 എടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ? അശ്വതി മിസ് ഏതൊരു ചാപ്റ്റർ എടുത്തിരിക്കണേ? ഹെൽത്ത് കെയർ മാത്രം എടുത്തിട്ടുള്ളൂ? അല്ല, മോഡേൺ കൺസെപ്റ്റ് ഓഫ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, പിന്നെ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ കംപ്ലീറ്റ് ആയോ? ഹെൽത്ത് കെയർ ഇല്ലല്ല, അത് ഇനി ഒരു പേജ് എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് എന്ന് പറയണം കേട്ടോ. ശരി, ഞാൻ പറഞ്ഞേക്കാം മിസ്സിന്റെ അടുത്ത്. അപ്പോ എന്റെ പാർട്ട് 1 ചാപ്റ്റേഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കോമൺ ചൈൽഡ് ഡിസീസ്, ഫസ്റ്റ് എയ്ഡ്, അതിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടി. എല്ലാവരും ചെയ്തൊക്കെ നോക്കിയോ? എളുപ്പമാണ് മോക്ക് ടെസ്റ്റ് ഒക്കെ. അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? ക്ലാസ് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമ്മള് മൊഡ്യൂളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്നാണ് പാർട്ട് 2 പേര്. അതിൽ നമ്മൾ കുട്ടിയുടെ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ചൈൽഡ് സൈക്കോളജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സെഷനിലേക്ക് വരാം. അതിൽ 3 യൂണിറ്റ്സ് ഞാനാണ് എടുക്കുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, ഈ 3 യൂണിറ്റ്സുകളും ഞാനാണ് എടുക്കുന്നത്. അപ്പോ അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്താണ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ഗ്രോത്ത്, ജസ്റ്റ് ആ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, കുട്ടി ഒരു അഡൾട്ട് ആയിട്ട് മാറുന്ന ആ ഒരു ഓവറോൾ ഡെവലപ്മെന്റിനെയാണ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കതൊരു സിമ്പിൾ ആയിട്ട് ടേമായിട്ട് പറയാനായിട്ട് പറ്റും. ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ടേമാണ് എന്ത് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ചാപ്റ്റർ എടുക്കാം. എല്ലാവരും പേജ് നമ്പർ 35 എടുത്തോട്ടോ. ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വികാസം, ഇൻവോൾവ് സീരീസ് ഓഫ് പ്രോഗ്രസീവ്, ഓർഡർലി ആൻഡ് മീനിങ്ഫുൾ ചേഞ്ചസ് ലീഡിങ് ടു ദ ഗോൾ ഓഫ് മെച്യൂരിറ്റി. ഒരു വ്യക്തി മെച്യൂർഡ് ആയി മാറുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ആ സീരീസ് ഓഫ് ചേഞ്ചസ്, ഓർഡർലി ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ഇത് നമ്മൾ ബിഹേവിയറിൽ ചേഞ്ചസ് പറയുന്നുണ്ട്. പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആണ്, അത് ഇംപ്രൂവ് ചെയ്യും.
പിന്നെന്താണ് ഇറ്റ് ഒക്കേഴ്സ് ത്രൂ മെച്യൂരിറ്റി ആൻഡ് എക്സ്പീരിയൻസ്. ഡെവലപ്മെന്റ് നമ്മുടെ മെച്യൂരിറ്റി നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും നമുക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. Development refers to overall changes in improved functioning of an individual. നമ്മൾ ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് അവർ നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്ത് വരും. ക്വാളിറ്റേറ്റീവ് അക്സെപ്റ്റ് ആണ് ഡെവലപ്മെന്റ്. നമുക്കത് മനസ്സിലാക്കാനാണ് പറ്റുള്ളൂ. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ്സ് വിത്ത് അറ്റൈൻമെന്റ് ഓഫ് മെച്യൂരിറ്റി. നമ്മൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആവില്ല. ത്രൂ ദ ലൈഫ് നമ്മൾ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വേർഡ് തന്നെ നോട്ട് ഓൺലി ജസ്റ്റ് എ ഡെവലപ്മെന്റ്, അവിടെ നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, ഓട്ടോ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, ബിഹേവിയർ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അങ്ങനെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, അതെല്ലാം ഒരുമിച്ച് വരുന്ന ആ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വേഗം പറയാൻ വേണ്ടിയിട്ടാണ് വേഗം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമ്മൾ ഈ ഓരോ ഡെവലപ്മെന്റും എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ഈ യൂണിറ്റ്സുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും കേട്ടോ. എന്താണ് ചൈൽഡ് ഡെവലപ്മെന്റ്, എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ യൂണിറ്റ്സിലൂടെ ഈ വരുന്ന യൂണിറ്റ്സിലൂടെ കവർ ചെയ്യും. ഓക്കെ, നിങ്ങൾ സ്റ്റാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ് ആക്ടിവിറ്റി ചെയ്തില്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ? വേറെ ആക്ടിവിറ്റി എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു ഞാൻ? ഫ്ലാഷ് കാർഡ്, സെൻസ് ഓർഗന്റെ അത് പ്രസന്റ് ചെയ്തോ? അത് നെക്സ്റ്റ് മൺഡേ ആണ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് മൺഡേ. ഓക്കെ മാം, ഞാൻ നമ്പേഴ്സ് ചെയ്തിട്ടില്ല. നമ്പേഴ്സും പിന്നെ സ്മോൾ ലെറ്ററും ഞാൻ കാട്ടിയിട്ടില്ല. ഞാൻ ലീവ് ആയിരുന്നു, എനിക്കത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കംപ്ലീറ്റ് ആക്കാം. ഫ്ലാഷ് കാർഡ് നെക്സ്റ്റ് മൺഡേ സബ്മിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ആക്ടിവിറ്റി തരാം കേട്ടോ. സെൻസ് ഓർഗൻസിന്റെ ഫ്ലാഷ് കാർഡ് ആണ്. ഫ്രണ്ട്സിനോടൊന്ന് ചോദിച്ചാൽ മതി, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ. ഞാൻ അറിഞ്ഞു, അത് ഗ്രൂപ്പിൽ ചോദിച്ചപ്പോ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞു അത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്. പക്ഷെ അതിന് മുമ്പുള്ള കാർഡ്സിൽ ഞാൻ ക്യാപിറ്റൽ ABCD കാണിച്ചിട്ടുണ്ട്, നമ്പേഴ്സ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. എല്ലാം ഒരുമിച്ച് ഒരു ദിവസം കാണിച്ചാൽ മതി. മോൻ ഫ്രീ ആയിട്ടുള്ള ദിവസം ഒരുമിച്ച് എല്ലാം അറിയിച്ചിട്ട് കാണിച്ചാൽ മതി, പറഞ്ഞാൽ മതി. ഇങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പറയണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ബാക്കി ഫ്ലാഷ് കാർഡ് കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നോക്കാം. ഓക്കെ, നമുക്ക് ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇങ്ങനെ ഒരുപാട് പാരഗ്രാഫ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് തോന്നും അല്ലെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ടേബിള് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് ചാപ്റ്ററിനുള്ളിലേക്ക് വരാം. ഇനി ഇതിൽ രണ്ട് കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്, ഒന്ന് ഡെവലപ്മെന്റ്, ഒന്ന് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, നമുക്ക് ഹൈറ്റ് കൂടുന്നു, നമുക്ക് വെയിറ്റ് കൂടുന്നു, അതിനെയാണ് ഈ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ വലുതായിട്ടൊക്കെ ഗ്രോ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈറ്റ് കൂടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വെയിറ്റ് കൂടിയിട്ടുണ്ടാവും. കുട്ടികളുടെ ഗ്രോത്ത് മെഷർ ചെയ്യുന്ന ഹൈറ്റും വെയിറ്റിന്റെ ബേസിലല്ലേ അല്ലേ? ഓക്കെ, ഗ്രോത്ത് അങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ആണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രോത്ത്. നമ്മൾ ഗ്രോത്ത് കണ്ടിന്യൂസ് ആണോ? വെയിറ്റ് ചിലപ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ് കാരണം കൂടിയിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ഹൈറ്റ് ഒരു ഏജ് കഴിഞ്ഞപ്പോ സ്റ്റോപ്പ് ആയോ? ഒരു 90 ഇയേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഹൈറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തോ? പറയണേക്കാ പെൺകുട്ടികൾ 18 ആയ പിന്നെ വല്ലാതെ ഇങ്ങനെ ഹൈറ്റ് വെക്കൂല എന്നൊക്കെ. ഞാന് 1 മിനിറ്റ്, ആദ്യം ഞാൻ ഹൈറ്റ് ഉണ്ടായിരുന്നില്ല, പിന്നെ പ്രസവം കഴിഞ്ഞപ്പോ ഹൈറ്റ് വെച്ച്. അതറിയില്ല. അങ്ങനെയുണ്ട് മാം. ഞാൻ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്ന ആളായിരുന്നു. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അത്രക്ക് കറക്റ്റ് ലെവലിലായിരുന്നു ഞാൻ. ഇപ്പൊ ഞാൻ ഹസ്ബൻഡിനെക്കാളും വളരെ കുറെ ഇങ്ങോട്ട് കുറഞ്ഞ പോലെ, ഞാൻ ഇങ്ങോട്ട് ഹൈറ്റ് കുറഞ്ഞ പോലെ. അതേ ഞാനോ? ഞാൻ നല്ല ഹൈറ്റുള്ള ആളായിരുന്നു.
ലിയ. അതുപോലെ തന്നെ ആയിരുന്നു, അതേ ഹൈറ്റ് തന്നെ ആയിരുന്നു, തടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നീരൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രസവിച്ച് കഴിഞ്ഞപ്പോ ഹൈറ്റ് വെച്ചു. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് ഹൈറ്റ് വെച്ചു എന്നുള്ളത്. അങ്ങനെ ചിലവരൊക്കെ പറയലുണ്ട്, ഡെലിവറിക്ക് ശേഷം കുറച്ച് ഹൈറ്റ് വെക്കും അങ്ങനെ പറയലുണ്ട്. 1 ഇഞ്ചിന്റെ അടുത്ത് കൂടുന്ന് പറയണ പറയണ കേട്ടിട്ടുണ്ട്. ആണോ? സാധാരണ നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഹൈറ്റ് നമ്മുടെ മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ വെച്ച് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവുന്ന പറയുന്നത്. ഇനി എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 154 ആണ് ഹൈറ്റ്. ഞാൻ PSC ഒക്കെ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഞാൻ 90 ഇയേഴ്സിലൊക്കെയാണ് PSC രജിസ്റ്റർ ചെയ്തത്. 154 ആയിരുന്നു ഹൈറ്റ്. പിന്നെ ഞാൻ ഈ ഫോഴ്സിലേക്ക് ഇപ്പോൾ എക്സാം ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ക്വാളിഫൈഡ് ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ഹൈറ്റ് കുറവല്ലേ, ഹൈറ്റ് കുറവാണ്. നിങ്ങളിപ്പോ കാണുമ്പോൾ ചിലപ്പോൾ ഹൈറ്റ് ഒക്കെ ഉള്ളത് പോലെ തോന്നുമെങ്കിലും ഹൈറ്റ് കുറവാ. അപ്പൊ ഫോഴ്സിലോട്ടുള്ള എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പൊ ഞാൻ എപ്പോഴും PSC ഇങ്ങനെ ഫോഴ്സിലോട്ടുള്ള എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പോയി വീണ്ടും ഹൈറ്റ് നോക്കും, എങ്ങാനും കൂടിയിട്ടുണ്ടോ. പക്ഷെ ചേഞ്ചസ് ഒന്നും വരാറില്ല കേട്ടോ ആ ഒരു ടൈമിൽ. 20, 21, 22 ഇയേഴ്സ് ഉള്ള സമയത്ത്. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്ന കാര്യം നമുക്കൊരു ഏജിൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആവും എന്നാ പറയുന്നത്. ഈ ഡെലിവറിയുടെ കേസിൽ എങ്ങനെ ഹൈറ്റ് കൂടി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. വേറെ മിറാക്കിൾ ഉണ്ട്. എത്തില്ലേ, എന്നെക്കാൾ ഹൈറ്റ് കുറവായിരുന്നു. അവളെന്നെക്കാൾ ഹൈറ്റ്, ഞാൻ ആദ്യം ഹൈറ്റ് കുറവായിരുന്നു, അതിനേക്കാൾ ഹൈറ്റ് കുറവായിരുന്നു എന്റെ അനിയത്തി ഇപ്പൊ പ്രസവിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഒപ്പായി. ആണോ? എത്ര വയസ്സിന് മോനെ? എനിക്ക് 24. ആ ഒരു ഏജ് കഴിയാത്തോണ്ടാണോ? 24 അല്ലേ? ഒരു 5 ഇയേഴ്സ് എന്താന്നാവോ? ഞങ്ങൾക്കൊന്നും ഹൈറ്റിന് പറ്റൂലെന്ന് തോന്നുന്നുണ്ട്. കാരണം 25 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ് വയ്ക്കുന്നതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. നോക്കട്ടെ കേട്ടോ, നമ്മുടെ കേസ് എന്താണ് റൈറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഏജ് എത്തി കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. ഇപ്പൊ നമ്മള് ടീത്തിന്റെ ഒക്കെ എണ്ണുണ്ടല്ലോ ഇല്ലേ, നമ്മളെ ടീത്തിന്റെ ഒക്കെ ആ ഒരു കൗണ്ടും കാര്യങ്ങളും ഒരു ഏജ് എത്തി കഴിയുമ്പോൾ മെച്ചൂരിറ്റി എത്തി കഴിയുമ്പോൾ അതവിടെ സ്റ്റോപ്പ് ആവും, പിന്നെ ഗ്രോ ചെയ്യില്ല. അതേപോലെ ഹൈറ്റ്, പിന്നെ നമ്മൾ ചപ്പലിന്റെ സൈസ് ഉണ്ടല്ലോ, അത് ഏകദേശം കാര്യം പറഞ്ഞോട്ടെ. പിന്നെ കല്യാണം കഴിയുമ്പോ ആദ്യം എന്റെ തലയത്തെ മുടി അങ്ങനെ കൊഴിഞ്ഞു പോവാ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിശേഷമാകുമ്പോഴും മുടിയൊന്നും കൊഴിഞ്ഞു പോയില്ല. പ്രസവിച്ച് കഴിഞ്ഞിട്ട് മുടിയൊന്നും കൊഴിഞ്ഞു പോയില്ല. പക്ഷെ 40 കഴിഞ്ഞപ്പോഴേക്കൂലേ മുടി നല്ലോണം വലിയും. പക്ഷെ അങ്ങനെ എല്ലാരും പറയാ പ്രസവിച്ച് കഴിഞ്ഞാല് മുടിയൊന്നും അങ്ങനെ വലുതാവൂല, അങ്ങനെ കൊഴിഞ്ഞു പോവും അങ്ങനൊക്കെ പറയും. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ പറയാം. ഡെലിവറിക്ക് മുമ്പ് നല്ല രീതിയിൽ മുടി ഉണ്ടായിരുന്നു. ഡെലിവറിക്ക് മുമ്പായിട്ട് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കാൽസ്യം ടാബ്ലറ്റ്സും അയൺ ടാബ്ലറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ നമ്മൾക്ക് കുട്ടിക്ക് വേണ്ട അയണും കാൽസ്യവും കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്ക് വേണ്ടത് നമ്മുടെ ഹെയർ അങ്ങനെ നമ്മുടെ ഗ്രോത്തും കാര്യങ്ങളും നല്ല ഭംഗിയിൽ നല്ല സുന്ദരി കുട്ടിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ എന്റെ മോളെ മുടിപ്പല്ലേ ഗോൾഡ് കളറായി. ആണോ? അതൊന്നും കാണിച്ചേക്ക് ഡോക്ടറെ അടുത്ത്. ഇത് കാൽസ്യം ടാബ്ലറ്റ്സിന്റെ ഒക്കെ നമ്മൾ കൺസെപ്ഷൻ കുറച്ചിട്ടു. നമ്മൾ 30 days 1 month അല്ലേ കണ്ടിന്യൂ ചെയ്തോളൂ ആ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ. കുറച്ച് ഞാൻ പിന്നെ 6 മാസമൊക്കെ ഗർഭിണിയായി കഴിഞ്ഞിട്ട് തിന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഒരെണ്ണം വെച്ചിട്ട് ഒരു 6 മാസം വരെ. ഡെലിവറി കഴിഞ്ഞിട്ട് 6 മാസം വരെ തന്നെ പാലുടി നിർത്തണ വരെ ഇതാക്കി. ഇല്ല, പാലുടി നിർത്തണവരല്ല, പാലുടി നിർത്തണല്ല, ഒരു 6 മാസം വരെ തിന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഡെലിവറി കഴിഞ്ഞു കഴിയുമ്പോൾ അമ്മമാരിൽ ഹോർമോൺ ഇംബാലൻസും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഹെയർ നമുക്ക് ഗ്രോത്ത് ഒക്കെ സ്റ്റോപ്പ് ആവുന്നതും കുറച്ച് പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് അകാലം എന്താ പറയാ നമ്മുടെ വൈറ്റനിങ്, അതേപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകുന്നു, അതേപോലെ നമ്മൾ ക്ഷീണിക്കുന്നു. നമ്മള് എന്താ പറയാ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വെയിറ്റും ലോസ് ആവും, നമ്മുടെ എന്താണ് ഫാറ്റും കാര്യങ്ങളൊക്കെ ബേൺ ആവും എന്നൊക്കെ പറയാറുണ്ട്. വെയിറ്റും കാര്യങ്ങളൊക്കെ കുറയും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ സംഭവിക്കുന്നത് നോർമലി ആ ഒരു ടൈമിൽ ഒക്കർ ചെയ്യുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ഹെയർ ഒക്കെ സാധാരണ പോലെ തന്നെ വന്നോളൂ കേട്ടോ. അപ്പോ
നമ്മൾ പറഞ്ഞത് ഗ്രോത്തിനെ കുറിച്ചിട്ടാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു നാരോ കൺസെപ്റ്റ് ആണ്. നമ്മുടെ ഡെവലപ്മെന്റ്, ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് അങ്ങനെ ഒരു നാരോ കൺസെപ്റ്റ് അല്ല, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമല്ല ഗ്രോത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനെ എല്ലാ ഡെവലപ്മെന്റും കൂടി നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടേം ആണ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബി ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് വേണമെങ്കിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാം, കൊണ്ടുവരാതിരിക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്. അപ്പോ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഗ്രോ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് ഡെവലപ്മെന്റ് എന്തായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ? അവരാ ശരീരം കൊണ്ട് നല്ല വലിയ ആളെ പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അവരുടെ മാനസിക വളർച്ച, മെന്റൽ ഡെവലപ്മെന്റ് വളരെ പുവർ ആയിരിക്കും. അങ്ങനെ ഒരു കേസ് ഉണ്ട്. ഇനി നമുക്ക് ഗ്രോത്ത്, കുട്ടികളിൽ ഗ്രോ ചെയ്യുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലെ? കുട്ടികളിൽ ഹൈറ്റ് കൂടുന്നതും വെയിറ്റ് കൂടുന്നതൊക്കെ നമുക്ക് മെഷറബിൾ അല്ലേ? ഓക്കെ. ഇനി ഗ്രോത്ത് ഒരു സ്ട്രക്ചറൽ ആണ്. ഇന്ന ഏജിൽ ഇത്ര ഹൈറ്റ് ഇത്ര വെയിറ്റ് വരെ വരും. നമ്മൾ കുട്ടികളുടെ ഏജ് നോക്കാറുണ്ട് അല്ലെ? അമ്മയും കുഞ്ഞെന്നൊക്കെ പറയുന്ന ആ ഒരു നമുക്ക് വാക്സിനേഷന്റെ കാർഡ് ഉണ്ടല്ലോ, ആ കാർഡിൽ നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹൈറ്റും വെയിറ്റും നമുക്ക് നോക്കാൻ പറ്റും. കാരണം എന്താണ്? ഈ ഗ്രോത്ത് ഈസ് എ സ്ട്രക്ചറൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഘടനാപരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിലോ, ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഓൾ ചേഞ്ചസ് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു നല്ലൊരു ഇൻഡിവിജ്വലാക്കി മാറ്റുക, നമ്മുടെ ഓവറോൾ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ്ങിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മളൊക്കെ മാരേജിനൊക്കെ മുമ്പ് എല്ലാവരും എങ്ങനെയായിരുന്നു? ഭയങ്കര കുട്ടികളെയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അല്ല, എല്ലാ കുട്ടികളെയും അത്യാവശ്യം എന്താ പറയാ, നല്ല രീതിയിൽ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് നടന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. പക്ഷേ നമ്മൾ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മളോട് തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, എങ്ങനെയാണ് പണ്ട് ഇവിടെ ഭയങ്കര കുറുമ്പ്, ഇപ്പൊ എന്തിന് എന്താണ് എല്ലാ കാര്യങ്ങളും എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ, ഇത്രയും കപ്പാസിറ്റി വന്നോ എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ? അതാണ് ഡെവലപ്മെന്റ്. നമ്മളുടെ ഓവറോൾ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ആ ഒരു മാറ്റം, നമ്മുടെ ബിഹേവിയർ ആസ്പെക്റ്റിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ ഒരുപാട് നമ്മുടെ ലൈഫിൽ വരുന്ന ഇൻസിഡൻസ് ഈ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണ് ഡെവലപ്മെന്റ്. ഇപ്പൊ നമ്മൾ ചില കുട്ടികളെ കാണുമ്പോൾ നമ്മൾ അവരോട് പറയും, ഓ അവന് ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട്. ഡെവലപ്മെന്റ് വേറൊരു പേരാണ് മെച്യൂരിറ്റി. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് മെച്യൂരിറ്റി എന്നായിരിക്കും അല്ലെ? ഡെവലപ്മെന്റിന് പകരം കേട്ടിട്ടുള്ള വേർഡ് മെച്യൂരിറ്റി എന്നായിരിക്കാം. അപ്പോ നമ്മൾ കുട്ടികളോട് തന്നെ പറയാറുണ്ട്, അവന് ഏജിനേക്കാൾ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ ഒരു ഗ്രോത്ത് സംഭവിച്ചിട്ടില്ല, പക്ഷെ അവൻ ഓൾറെഡി ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്, മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ കുട്ടി എന്ന് പറയുന്നത് ചിലപ്പോ ജീവിച്ചു വരുന്ന സാഹചര്യം എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോ പറയുകയാണെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികളിൽ ഡെവലപ്മെന്റ് ആദ്യം സംഭവിക്കും. അതേപോലെ ഒരു അപ്പർ ക്ലാസ് ഫാമിലിയിലെ കുട്ടികൾ നമ്മൾ പറയാറുണ്ട് അമുൽ ബേബിയാണ്, കേൾക്കാറുണ്ടോ? അമുൽ ബേബിയാണെന്നൊക്കെ പറയും. ജസ്റ്റ് എല്ലാ കാര്യങ്ങളും അവർക്ക് കാര്യങ്ങളൊന്നും ഒരു എഫേർട്ടും ഇല്ലാതെ അവർക്ക് കിട്ടാണ്. ആർക്ക്? ഹൈ ക്ലാസ് ഉള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക്. പക്ഷെ മിഡിൽ ക്ലാസ്സിലെ ആൾക്കാരെ സംബന്ധിച്ച് എന്താണ്, എന്തും അവന് വേണമെന്നുണ്ടെങ്കിൽ അത് അവൻ നേടിയെടുക്കണം, അതിനു വേണ്ടി അവൻ എഫേർട്ട് ഇടണം അല്ലെ? ഒരു കോളേജ് അഡ്മിഷൻ ആയാലും, ഒരു നല്ല ഡ്രസ്സ് ആയാലും, അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് ആയാലും, അവനത് വേണമെന്നുണ്ടെങ്കിൽ അത് അവൻ അത്രയും കഷ്ടപ്പെട്ട് അത് നേടിയെടുക്കണം. സോ അതിന്റെ വാല്യൂ ആർക്കറിയാൻ പറ്റും? ഈ കുട്ടികൾക്ക് അറിയാൻ പറ്റും, മിഡിൽ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക്. സോ അവരിൽ ആദ്യം ഡെവലപ്മെന്റ് സംഭവിക്കുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞേട്ടാ. ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു അൺസീസിങ് പ്രോസസ് ആണ്, എവിടെ വെച്ചും നഷ്ടപ്പെട്ടു പോവാത്ത ഒരു പ്രോസസ്സാണ് എന്ത് ഡെവലപ്മെന്റ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മള് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്താലും വീണ്ടും ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ പലവരും പല ഏജിലെ കുട്ടികളായിരിക്കും, ഡിഫറെന്റ് ഏജിലെ കുട്ടികളായിരിക്കും. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ, മോണ്ടിസോറി കോഴ്സ് ഇതിനെ കുറിച്ച് കേട്ട സമയത്ത് നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയുണ്ട്, മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കോഴ്സിന് ചേർന്നത്. നമുക്ക് ഈ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് നിങ്ങളിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. കാരണം നമ്മൾ പഠിക്കാനായിട്ട് പ്രായം ഒരു തടസ്സമല്ലാന്ന് കേട്ടിട്ടുണ്ടോ?
അതാണ് ഡെവലപ്മെന്റിന് പ്രായം ഒരു തടസ്സമേ അല്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങളിപ്പോ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. പക്ഷെ എന്നാലും വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ വീണ്ടും ലേൺ ചെയ്യുന്നു. നമുക്ക് ബുക്സ് റീഡ് ചെയ്യുന്നതിലൂടെ, പുതിയ പുതിയ എക്സ്പീരിയൻസിലൂടെ, ലൈഫ് സിറ്റുവേഷനിലൂടെ നമ്മളുടെ ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പണ്ട് നമ്മൾ ലൈഫിന് അത്ര സീരിയസ്നെസ് ആയിട്ട് എടുക്കാത്ത ഓരോ വ്യക്തികളും ഓരോ എക്സ്പീരിയൻസിലൂടെ അത് ലേൺ ചെയ്യുന്നുണ്ട് അല്ലെ. പണ്ട് കെയർലെസ് ആയിട്ട് അല്ലെങ്കിൽ തമാശക്കായിട്ട് കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് അത് സീരിയസ് ആണെന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഡെവലപ്മെന്റ് ഇസ് എ വൈഡർ കൺസെപ്റ്റ്. ഞാൻ കുറച്ച് ഡെവലപ്മെന്റുകൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, മോട്ടോർ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഓർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഇതെല്ലാം അടങ്ങിയ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ടേമാണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. നമുക്ക് ഗ്രോത്ത് ഇല്ലെങ്കിലും നമുക്ക് ഡെവലപ്മെന്റ് സംഭവിക്കും. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ആണ്, നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നിനക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു, നിനക്ക് ആ ഒരു ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ആണ്. ഇപ്പൊ എന്നോട് പണ്ട് ചെറുപ്പത്തില് എന്നോട് തന്നെ പറയുമായിരുന്നു, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുമായിരുന്നു എനിക്ക് ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ഏജ് ഫീൽ ചെയ്യുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അന്ന് എനിക്ക് അതിന്റെ കാര്യം മനസ്സിലായിരുന്നില്ല. അപ്പൊ അവർ ഉദ്ദേശിച്ചത് നമ്മൾക്ക് ആ ഒരു ഏജ് ആയിട്ടില്ല, പക്ഷെ നമ്മൾ മെച്യൂർഡ് ആവുന്നു. അത് ഓരോരുത്തരും കടന്നു വരുന്ന ജീവിത സാഹചര്യത്തിലൂടെ ആയിരിക്കും ആ ഒരു മെച്യൂരിറ്റി കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് മെച്യൂരിറ്റി കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ മൂത്ത മോളാണ്. സോ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ ജസ്റ്റ് ഒന്ന് പഞ്ചായത്തിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഫോംസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാനായിരുന്നു ചെറുപ്പം മുതലേ പോയിരുന്നത്. ഐ തിങ്ക് സോ ഒരു 7ാം ക്ലാസ് മുതൽ ഞാൻ അങ്ങനെ ചെറിയ കാര്യങ്ങൾക്കായാലും ആപ്ലിക്കേഷൻസ് അയക്കാനായാലും എന്തിനും ഞാൻ തന്നെ പോകണം. അച്ഛനാണെങ്കിൽ ദൂരെ വർക്ക് ചെയ്യുന്നത്, എന്റെ വീട്ടിൽ ഞാനും അനിയത്തിയും പിന്നെ അമ്മയുള്ളത്. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങൾക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇപ്പോ നമുക്കിപ്പോ എന്താ പറയാ ഗവൺമെന്റ് ഓഫീസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ മുന്നിട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു മെച്യൂരിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് ആ ഒരു ടൈമിൽ ആൾക്കാർ പറയുന്നത് നമുക്ക് ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട്, കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയി ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ എന്നുവെച്ചാല് നമ്മൾ ആ ഒരു കാര്യം ലേൺ ചെയ്ത് നമ്മൾ സ്വയം, നമുക്ക് വേറെ ആരും ഇല്ല ചെയ്തു തരാനായിട്ട്, നമ്മൾ തന്നെ അത് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മളിൽ ആ ഒരു ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് നാച്ചുറലി സംഭവിക്കുന്നതാണ്. അപ്പോ ഇതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ടിന്യൂസ് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമ്മളുടെ ഈ ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫ് ലോങ് നടക്കും. ഇനി ഡെവലപ്മെന്റ് ഇസ് എ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തന ഫലമായിട്ടാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ അനിയത്തിയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അവൾ എന്നും എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോടാ പറയുന്നത്. അപ്പൊ എനിക്ക് ചെയ്തു തരോ അല്ലെങ്കിൽ ഇന്നെ പോലെ ചെയ്യോ എന്നൊക്കെ എന്നോട് ചോദിക്കുള്ളൂ. കാരണം എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്നോട് ചോദിക്കുള്ളൂ. കാരണം അവള് ചെയ്ത് ശീലിച്ചിട്ടില്ല. അപ്പൊ എല്ലാ കാര്യം ഞാൻ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അവൾക്ക് ആ ഒരു ഡെവലപ്മെന്റ് കുറച്ച് കുറവാണ്. ഓക്കെ, നമ്മൾ ഈ ഡെവലപ്മെന്റും ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഡെവലപ്മെന്റ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് എൻ്റർ ആവാം. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് ഗ്രോത്തിനെ കുറിച്ച് മനസ്സിലായോ? ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലും ഈ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഒരു ഏകദേശം എന്തെങ്കിലും മനസ്സിലായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് മൺഡേ നമുക്ക് ഈ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ ഈ പറഞ്ഞ കാര്യങ്ങളില്? ഇല്ല? ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. അതില് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഒരു മനുഷ്യ ജീവിതം അല്ലെങ്കിൽ മനുഷ്യന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ് ആണ്. വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ഫിസിക്കൽ ഗ്രോത്ത്, ബിഹേവിയറൽ, കോഗ്നിറ്റീവ്, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ചേഞ്ചസ്. ഒരു വ്യക്തിയുടെ
ഫിസിക്കൽ ഗ്രോത്ത്, ബിഹേവിയറൽ ചേഞ്ചസ്, കൊഗ്നിറ്റീവ് വിജ്ഞാനപരമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവ് നോളജ് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇൻ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫ് ഫ്രം ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ് ടു അഡോളസെന്റ് ടു അഡൽട്ട്ഹുഡ് ഹ്യൂമറസ് ചേഞ്ചസ് ടേക്ക് പ്ലേസ്. ഞാൻ ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫാ പറഞ്ഞത്. ഒരു ലൈഫ് സ്റ്റാർട്ടിങ് മുതൽ ബേബിഹുഡ് വരെ, ആ ചൈൽഡ്ഹുഡ് മുതൽ അഡോളസെന്റ് ഏജ് വരെ, ദെൻ അഡോളസെന്റ് ഏജ് മുതൽ അഡൽട്ട്ഹുഡ് വരെ ഉള്ള ആ ഒരു മാറ്റങ്ങൾ, ആ ഒരു ചേഞ്ചസ് കാരണം ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓൾ ത്രൂ ദ പ്രോസസ് ഈച്ച് പേഴ്സൺ ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂ ദാറ്റ് ഗൈഡ് ചോയ്സ്, റിലേഷൻഷിപ്പ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോ ഓരോ വ്യക്തിയിലും ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്, അത് ആറ്റിറ്റ്യൂഡ്, അവരുടെ ലൈഫിന് കൊടുക്കുന്ന വാല്യൂ, അവരുടെ ചോയ്സ്, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി, ഇതെല്ലാമായിട്ട് റിലേറ്റഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് പറഞ്ഞു കേട്ടോ. ആരുമില്ല? ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സൈൻ ഔട്ട് ആരും പറയുന്നില്ല. ഓക്കെ, ഞാനൊരു ടാസ്ക് തരാം. ഇന്ന് ഞാൻ ഡെവലപ്മെന്റ് ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞത് ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് ഒന്ന് സൈൻ ഔട്ട് ചെയ്യാൻ പറ്റുമോ? ക്ലാസ് ആയിട്ടൊന്നും എടുത്തില്ലല്ലോ, ജസ്റ്റ് ഒന്ന് കേൾക്കുന്ന കാര്യം ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് സൈൻ ഔട്ട് ചെയ്യാൻ പറ്റുമോ? വിദ്യയും തൻസിയും ഒക്കെ പറയാന്ന് പറഞ്ഞു വന്നേട്ടാ. മ്യൂട്ടൊക്കെ ഓൺ ആക്കി അപ്പോഴാണ് ഞാൻ സമ്മപ്പ് ചെയ്യാൻ പറഞ്ഞത്. വേഗം മ്യൂട്ട് ഓഫ് ചെയ്തിരിക്കണം. ഞാൻ പറയേണ്ടതിൽ പകുതിക്ക് ഓഫായി പോയി, എന്റെ ഫോണൊന്ന് ഓഫായി പോയി. ഇന്ന് ക്ലാസ് എടുത്തിട്ടുള്ള ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, നമ്മളെ വളർച്ചനെ കുറിച്ചും അതുപോലെ ഡെവലപ്മെന്റും ഗ്രോത്തിനെയും കുറിച്ച് രണ്ടാണ്. അത് എങ്ങനെയാണ് അത് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഗ്രോത്ത് എങ്ങനെയാണ്, ഗ്രോത്ത് എന്താണെന്നുള്ളതിനെ രണ്ട് രീതിയിൽ അത് വിസ്തരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മാം ഒന്നും കൂടി ക്ലിയർ ആക്കി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതുവരെ ക്ലാസ് എടുത്തു തന്നതിന് മിസ്സിന് വളരെ നന്ദി. ഡെവലപ്മെന്റ് ഗ്രോത്തും രണ്ടാണെന്ന് മനസ്സിലായോ? ഞാൻ എവിടെയും പറഞ്ഞില്ല ഡെവലപ്മെന്റ് ഗ്രോത്ത് രണ്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ എക്സാമ്പിൾസിലൂടെയൊക്കെ? മനസ്സിലായി. അവർ കോമൺലി കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, അല്ലെ? ഇന്നലെ വരെ നിങ്ങൾ യൂസ് ചെയ്തത് ഗ്രോത്തും ഡെവലപ്മെന്റ് സെയിം ആണെന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ മുതൽ നിങ്ങൾക്ക് മനസ്സിലായി ഡെവലപ്മെന്റ് വേറെ, ഗ്രോത്ത് വേറെ. ഡെവലപ്മെന്റ് ഒരു നാരോ കൺസെപ്റ്റ് മാത്രമാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഡെവലപ്മെന്റ്. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു തൻസിയ, ആൻഡ് താങ്ക് യു ഓൾ. സെമിനാർ എടുത്തവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ സെമിനാർ എടുത്തോട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു മാം.